നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. LDF കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ മുതലക്കുളത്ത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ആദ്യ ദിവസം തന്നെ കോൺഗ്രസ് പരാജയം സമ്മതിച്ചിരിക്കുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ. 9 മാസക്കാലമായി വികലാംഗർക്ക് പെൻഷൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഒറ്റയാൾ പോരാട്ടം. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. LDF കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ മുതലക്കുളത്ത് നടന്നു. NCP ദേശീയ നിർവാഹക സമിതി അംഗം AK ശശീന്ദ്രൻ MLA ആണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. LDF കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ മുതലക്കുളം മൈതാനത്ത് നടന്നു. NCP ദേശീയ പ്രവർത്തക സമിതി അംഗം AK ശശീന്ദ്രൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ മേയറും ഇന്നത്തെ മേയറും ഇവിടെ ഇരിക്കുന്നുണ്ട്. അന്നത്തെ മേയർക്ക് ഗവൺമെന്റിന്റെ ശരിയായ സഹായവും പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ലഭിച്ചതിന്റെ ഫലമായാണ് സംസ്ഥാന സർക്കാർ ശരിയായ വിധത്തിൽ ഇടപെട്ടതുകൊണ്ടാണ് ഇന്നീ നഗരത്തിനുണ്ട് എന്നവകാശപ്പെടുന്ന നേട്ടങ്ങൾ പോലും കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ നേട്ടങ്ങളെല്ലാം തങ്ങളുടെ വകയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതല്ലാതെ ആ വികസന കുതിപ്പിന് ശരിയായ രീതിയിൽ നേതൃത്വം നൽകാൻ പിന്നീട് ജയിച്ചു പോയവർക്ക് കഴിഞ്ഞില്ല എന്നതാണ് സത്യം. CPI ജില്ലാ സെക്രട്ടറി IV ശശാങ്കൻ അധ്യക്ഷത വഹിച്ചു. LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ, മുൻ മന്ത്രി ബിനോയ് വിശ്വം, CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, പുരുഷൻ കടലുണ്ടി MLA, മേയർ പ്രൊഫസർ AK പ്രേമചന്ദ് തുടങ്ങിയവർ സംബന്ധിച്ചു. നവീകരിച്ച ലയൺസ് പാർക്കിന്റെ ഉദ്ഘാടനം നടന്നു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സുചിത്ര സുധീർ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബീച്ചിലെ നവീകരിച്ച ലയൺസ് പാർക്കിന്റെ ഉദ്ഘാടനം നടന്നു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സുചിത്ര സുധീർ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തരുണി നിതീഷ് ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PS ഗോപകുമാർ, പ്രഭാശങ്കർ, ഡോക്ടർ സുധീർ, കുമാർദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. വലിയൊരു പ്രോജക്റ്റിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചു. ആകെ 30-40 മെമ്പേഴ്സ് ഉണ്ടായിരുന്ന ക്ലബ്ബാണ്. അവർ തീരുമാനമെടുക്കുകയും കോർപ്പറേഷനെ സമീപിച്ചപ്പോൾ കോർപ്പറേഷൻ നമ്മളുമായിട്ടുള്ള ബന്ധം കൊണ്ട് കോർപ്പറേഷൻ നമ്മളെ ഏൽപ്പിക്കാൻ ധൈര്യമായി മുമ്പോട്ട് വരികയും അങ്ങനെയാണ് ഈ സ്ഥലം നമുക്ക് അനുവദിച്ചത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ആദ്യ ദിവസം തന്നെ കോൺഗ്രസ് പരാജയം സമ്മതിച്ചിരിക്കുകയാണെന്നും രാജ്യത്ത് BJPക്ക് അനുകൂല വികാരം നിലനിൽക്കുന്നും BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ പറഞ്ഞു. BJP തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ആദ്യ ദിവസം തന്നെ കോൺഗ്രസ് പരാജയം സമ്മതിച്ചിരിക്കുകയാണെന്നും PC ചാക്കോയുടെ വാക്കുകൾ ഇതാണ് തെളിയിക്കുന്നതെന്നും V. മുരളീധരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ സർക്കാരിന്റെ നയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മുഴുവൻ നേതൃത്വം നൽകിയിട്ടുള്ള P. ചിദംബരം ഉൾപ്പെടെയുള്ള നിരവധി മന്ത്രിമാര് മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ പോലും തയ്യാറല്ലാത്ത ഒരു സാഹചര്യം. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത. ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് ഈ സർക്കാരിനെതിരായിട്ട് രാജ്യത്തുടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനവികാരം, ആ ജനവികാരം ഭരണത്തിലിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത് ഒരു ശുഭസൂചനയാണ്. അവർ മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്നുള്ളത് മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. കോൺഗ്രസിന്റെ ദേശീയ വക്താവ് തന്നെ പറയുന്നു, കോൺഗ്രസ് വീണ്ടും ഭരണത്തിൽ വരാൻ സാധിക്കാത്ത ഒരു സാഹചര്യം. തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുൻപ് തോൽവി സമ്മതിക്കുന്ന ഒരു ഭരണപക്ഷം, അത് ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ, സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ കഴിഞ്ഞ നിരവധി കാലമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒത്തുകളി രാഷ്ട്രീയത്തിനെതിരായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ വികാരം പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങളുടെ യഥാർത്ഥ പ്രതിനിധി എന്നുള്ള നിലയിൽ ആ പ്രാതിനിധ്യം ജനങ്ങൾ നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്.
രാജ്യത്ത് BJPക്ക് അനുകൂലമായ വികാരം നിലനിൽക്കുന്നു. CPMൽ നിന്ന് ആളുകൾ ചോർന്നു പോവുകയാണെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു. BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. BJP കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി CK പത്മനാഭൻ, LJP സംസ്ഥാന പ്രസിഡന്റ് M മെഹബൂബ്, റിട്ടയർഡ് കേണൽ PK വിശ്വനാഥ പണിക്കർ, KP പ്രകാശ് ബാബു, VK പ്രേമൻ, P വാസുദേവൻ, TP സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. 9 മാസക്കാലമായി വികലാംഗർക്ക് പെൻഷൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപം താമസിക്കുന്ന അബ്ദുൽ ഗഫൂർ. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും നടപടി ഇല്ലെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. 9 മാസമായി വികലാംഗ പെൻഷൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സമീപം താമസിക്കുന്ന അബ്ദുൽ ഗഫൂർ ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത്. ഒരു മാസം 700 രൂപയാണ് പെൻഷനായി ലഭിക്കുന്നത്. എന്നാൽ ഇത് നിഷേധിക്കപ്പെടുന്നുവെന്ന ആരോപണമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇദ്ദേഹം ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും നടപടിയുണ്ടായിട്ടില്ല. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ പരാതി നൽകിയെങ്കിലും പരിഹാരം ഇപ്പോഴും അകലെ തന്നെ. വികലാംഗർക്കല്ല എല്ലാ പെൻഷനുകളും വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് ഇന്നൊക്കെ 20 ദിവസമായി ഇതുവരെ വികലാംഗര പെൻഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പെൻഷന് വേണ്ടിയിട്ടും പിന്നെ ഈ പോലീസ് വികലാംഗരുടെ പരാതികൾ ചെവി കൊല്ലാതെ നിൽക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്ന് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി വികലാംഗർ ലോൺ എടുത്തിരുന്നത്. ആ ലോൺ തിരിച്ചടക്കാൻ പറ്റാത്തവർക്ക് വീടുകളിലും അവന്റെ സ്വാതന്ത്ര്യം ജപ്തി നോട്ടീസുകൾ വന്നുകൊണ്ടിരിക്കുക. ഈ 9 മാസമായിട്ട് എന്നെപ്പോലത്തുള്ളവനല്ല, വെറും ഈ വീലാംഗർ എന്ന് പറഞ്ഞാൽ 4 കോടരക്ഷമുണ്ട്. അത് നട്ടെല്ല് പൊട്ടി കിടക്കുന്നുണ്ട്, പോളിയോ ബാധിച്ചതുകൊണ്ട്, കണ്ണ് കാണാത്തതുണ്ട്, പൊട്ടനുണ്ട്. അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ഇവർക്ക് ഇത് കിട്ടി ജീവിക്കുന്നവരുണ്ട്. അവർക്ക് വരെ 5 പൈസ പെൻഷൻ ഇതുവരെ കിട്ടിയിട്ട് ഈ നിമിഷം വരെ കിട്ടിയില്ല. അതിനു വേണ്ടിയിട്ട് തന്നെ ഒറ്റയാൾ പോരാട്ടം ഈ KPCA നടക്കുക. KPC എന്ന് പറഞ്ഞാൽ കേരള ഫിസിക്കൽറ്റി ചാലഞ്ചർ അസോസിയേഷൻ. അതിൽ ഞങ്ങൾക്ക് ഒരു ഡൊണേഷനോ ഒരു മെമ്പർഷിപ്പോ കാര്യങ്ങളില്ല. നോൺ ജേർണലിസ്റ്റ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ കൺവെൻഷൻ നടന്നു. എളമരം കരീം MLA ആണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. നോൺ ജേർണലിസ്റ്റ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് ജില്ലാ കൺവെൻഷൻ നടന്നത്. നോൺ ജേർണലിസ്റ്റ് പെൻഷൻസ് അസോസിയേഷൻ പ്രസിഡന്റ് T കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ MLA എളമരം കരീം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഈ ആവശ്യത്തിലേക്ക് പെൻഷൻ വാങ്ങുന്ന മുഴുവൻ തൊഴിലാളികളെയും തൊഴിലെടുത്ത് റിട്ടയർ ചെയ്തിട്ടുള്ള മുഴുവൻ ആളുകളെയും ഇപ്പോൾ തൊഴിലെടുക്കുന്നവരെയും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ വന്നാൽ എല്ലാവരും കൂടി ചേർന്ന് ശബ്ദമുയർത്തിയാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം അംഗീകരിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇന്ത്യ രാജ്യത്ത് കേരളത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ മാറ്റം. AK രമേശ് മുഖ്യപ്രഭാഷണം നടത്തി. V ബാലഗോപാൽ, ഗോപൻ നമ്പാട്ട്, V സോമൻ, PM ഗോപി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പൊറ്റമ്മൽ കല്യാൺ സിൽക്സിൽ ഡിസ്കൗണ്ട് മേള ആരംഭിച്ചു. എല്ലാ തുണിത്തരങ്ങൾക്കും 10% മുതൽ 50% വരെ ഡിസ്കൗണ്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പൊറ്റമ്മൽ കല്യാൺ സിൽക്സിൽ ഈ മാസം 8 മുതലാണ് ഡിസ്കൗണ്ട് മേള ആരംഭിച്ചിരിക്കുന്നത്. 10 മുതൽ 50% വരെയാണ് ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാരികൾ, ചുരിദാറുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ, ജെൻസ് റെഡിമെയ്ഡുകൾ, കിഡ്സ് വെയർ തുടങ്ങി എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഡിസ്കൗണ്ട് ഉണ്ട്. കല്യാൺ സിൽക്കിന്റെ കോഴിക്കോട് ബ്രാഞ്ചിൽ ആദ്യമായാണ് ഇത്തരം ഒരു ഡിസ്കൗണ്ട് മേള ആരംഭിച്ചിരിക്കുന്നത്. ഇത് ഈ മാസം 8-ാം തീയതി മുതൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഏതാനും ദിവസങ്ങൾ കൂടെ ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ സ്റ്റോക്ക് തീരുന്നവരെയാണ് ഈ ഡിസ്കൗണ്ട് മേള ഉള്ളത്. 10 മുതൽ 50% വരെ എല്ലാതരം തുണിത്തരങ്ങൾക്കും ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. സാരികളുണ്ട്, അതുപോലെ ചുരിദാർ റെഡിമെയ്ഡ്, ചുരിദാർ മെറ്റീരിയൽ, കിഡ്സ് വെയർ, ജെൻസ് റെഡിമെയ്ഡ്, ഇന്ന് വേണ്ട എല്ലാ തുണിത്തരങ്ങൾക്കും 10% മുതൽ 50% വരെ വിലക്കുറവുണ്ട്. ഇത് ഏതാനും ദിവസങ്ങൾ കൂടി ഉണ്ടാവും. കോഴിക്കോട് ഷോറൂമിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഡിസ്കൗണ്ട് പ്രഖ്യാപിക്കുന്നത്. സ്റ്റോക്ക് തീരുന്നതുവരെ ഡിസ്കൗണ്ട് തുടരും. വിവിധയിടങ്ങളിലായി 17 ഷോറൂമുകളാണ് കല്യാൺ സിൽക്സിനുള്ളത്. 6 റെസിഡന്റ് അസോസിയേഷനുകളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ആഭിമുഖ്യത്തിൽ ബഹുജന കൺവെൻഷൻ നടന്നു. ജനവാസ കേന്ദ്രത്തിൽ മൊബൈൽ ടവർ വേണ്ട എന്ന മുദ്രാവാക്യമൂർത്തിയാണ് മാങ്കാവ് കച്ചേരിക്കുന്നിൽ കൺവെൻഷൻ നടന്നത്. 6 റെസിഡൻസ് അസോസിയേഷനുകളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ ബഹുജന കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജനവാസ കേന്ദ്രത്തിൽ മൊബൈൽ ടവർ വേണ്ട എന്ന മുദ്രാവാക്യവുമായാണ് കൺവെൻഷൻ നടന്നത്. ടവർ വിരുദ്ധ സംയുക്ത സമരസമിതി ചെയർമാൻ എബി പോൾ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഗുരുവായൂരപ്പൻ റിട്ടയർഡ് പ്രിൻസിപ്പൽ PC കൃഷ്ണവർമ്മരാജ മാഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിന്റെ റേഡിയേഷൻ വളരെ കൂടുതലാണ്. നമ്മൾ പോക്കറ്റിലേക്ക് നടക്കുന്നത്, അതുകൊണ്ടാണ് കവറിലിടുന്നത്. കുറച്ച് കവറിൽ പിടിച്ചോളും എന്ന് വേണ്ടിയിട്ടാണ്. കവറും കൂടി ഇല്ലാതെയാണ് അത് പോക്കറ്റിലിടണമെന്നുണ്ടെങ്കിൽ കുറച്ച് അപകടമാണ്. ഇതേപോലെ ടവറിൽ നിന്ന് വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഈ പ്രസരണം അത് എത്രയാണെന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മൾ റേഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 2 സ്റ്റേഷൻ്റെയും പാട്ട് ഒരേപോലെ കേൾക്കാം. വേവ്സിലുണ്ടാവുന്ന താരങ്ങളാണ്. ഈ വേവ്സ് ഇങ്ങനെ നടുക്ക് നിൽക്കുന്ന സമയത്ത്
സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തിൽ മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ. കച്ചേരിക്കുന്ന് പട്ടേൽ താഴത്ത് വെച്ചാണ് കൺവെൻഷൻ നടന്നത്. 32ാം വാർഡ് കൌൺസിലർ KT ബീരാൻകോയ, പരിസ്ഥിതി പ്രവർത്തകൻ ബാബു, ദിലീപ്, സുധീർ, സേതുമാധവൻ തുടങ്ങി നിരവധി രാഷ്ട്രീയ പ്രമുഖർ കൺവെൻഷന് നേതൃത്വം നൽകി. കോൺഫെഡറേഷൻ ഓഫ് കേരള കോളേജ് ടീച്ചേഴ്സിന്റെ 4ാം സ്റ്റേറ്റ് കോൺഫറൻസ് നടന്നു. 2 ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുന്നത്. എല്ലാവർക്കും അഭിനന്ദിക്കാൻ ഈ സംഘടനയുടെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കറിയാം, മറ്റു സംഘടനകളിൽ വ്യത്യസ്തമായി CKCT ഇവിടെ 2 ദിവസമായി ചർച്ച ചെയ്ത കാര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായ മേഖലകളെക്കുറിച്ചാണ് 2 ദിവസമായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. സിറ്റി സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ തിരുനാൾ നടന്നു. കോഴിക്കോട് രൂപതാ വികാരി ജനറൽ തോമസ് പനക്കലാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. സിറ്റി സെന്റ് ജോസഫ്സ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ തിരുനാൾ നടന്നു. കോഴിക്കോട് രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ തോമസ് പനക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഡോക്ടർ ജിൻസൺ പനക്കൽ വചനപ്രഘോഷണം നടത്തി. തിരുനാളിന്റെ ഭാഗമായി ദിവ്യബലി, അമ്പെഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു. കുതിരവട്ടം ദേശഭൂഷണി പബ്ലിക് ലൈബ്രറിയുടെ പ്ലാറ്റിനം ജൂബിലി ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. സന്ദീപ് M. മേത്ത ജൂബിലി ഹാൾ ഉദ്ഘാടനം ചെയ്തു. ദേശഭൂഷണി പബ്ലിക് ലൈബ്രറിയുടെ പ്ലാറ്റിനം ജൂബിലി ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. സന്ദീപ് M. മേത്ത പ്ലാറ്റിനം ജൂബിലി ഹാൾ ഉദ്ഘാടനം ചെയ്തു. O. ചോയിക്കുട്ടി സ്മാരക ഹാൾ AG സോമനാഥ് ഉദ്ഘാടനം ചെയ്തു. എനിക്ക് വായനശാലകൾ എന്നുണ്ട് ഒരു വന്നുവിടും. ദേശഭൂഷണിയിൽ ആണ് ഞാൻ ചെങ്കുത്തയുടെ പിന്നിലാണെങ്കിലും ഞാൻ ദേശഭൂഷണിയിലാണ് സജീവമായി പ്രവർത്തിച്ചിരുന്നത്. ദേശഭൂഷണി പ്രദേശം വിട്ടുപോയതിനു ശേഷം പിന്നീട് അത് സന്മാർഗദർശിയിലായി. പിന്നീട് ഞാൻ വീട് മാറിയപ്പോൾ അതിൻ്റെ മുന്നിലും സൈഡിലും ഒക്കെ വായനശാലകളുടെ ബഹള, ഐക്യകേരള വായനശാല, റോട്ടറി വായനശാല ഒക്കെ ആയിട്ട് ചുറ്റും. അപ്പോൾ വായനശാല എന്നും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ വായനശാലയിൽ വന്ന് കയറുമ്പോൾ എന്തോ ഒരു ഗൃഹാതുരത്വമുണ്ട്. വന്ന് കയറുമ്പോൾ പല പഴയ സുഹൃത്തുക്കളൊക്കെ കാണുന്നു, അവരൊക്കെ കാണുമ്പോൾ വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. ആ മരണീയകളൊക്കെ കഴിഞ്ഞ് 2-3 ദിവസമായിട്ട് ഞാനടുത്ത് വായിച്ചു നോക്കിയത്. അപ്പം മൺമറഞ്ഞു പോയ പല ആളുകളുണ്ട്. ദേശഭക്തിക്ക് വേണ്ടി വമ്പിച്ച സേവനം ചെയ്ത് മൺമറഞ്ഞു വെച്ച വ്യക്തികൾ. AP കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. PK പ്രകാശൻ, N. ബാലകൃഷ്ണൻ, P. ബാലകൃഷ്ണൻ, പത്മിനി മാധവൻ, M. വിശ്വനാഥൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള വികലാംഗർ അസോസിയേഷന്റെ വാർഷിക സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ മാസ്റ്ററാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. കേരള വികലാംഗർ അസോസിയേഷന്റെ വാർഷിക സമ്മേളനം ടൗൺ ഹാളിൽ നടന്നു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ അവകാശമാണിത്. നമുക്ക് വേണ്ട കിട്ടുന്ന, നമ്മൾ ആരോടും പറയാതെ ഒരു കൗൺസിലറോടോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയോടോ അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള MLA, MP, മന്ത്രി ഇവരോടൊന്നും പറയാതെ തന്നെ നമുക്ക് നമ്മുടെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന ഒരു അവസ്ഥ വരണം. അതിനാണ് ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കേണ്ടത്. സ്വാഭാവികമായിട്ട് അവർക്ക് ഈ ആനുകൂല്യങ്ങൾ അർഹതയുടെ അടിസ്ഥാനത്തിൽ വികലാംഗർക്ക് അർഹതപ്പെട്ട ആനുകൂല്യമാണ്. ആ ആനുകൂല്യങ്ങൾ ശരിക്കും ലഭിക്കുന്നതിനുള്ള അവസ്ഥ ഉണ്ടാവണം. അതിൽ ജനപ്രതിനിധികൾക്ക് അവരുടേതായ പങ്ക് നിർവഹിക്കാനുണ്ട്. ആ പങ്ക് നിർവഹിക്കുന്നതിൽ അവരുടെ വേഗത വർദ്ധിപ്പിക്കണം, കാര്യക്ഷമത വർദ്ധിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോഴും ഈ അവകാശം ഇവരുടെ അവകാശം അവർക്ക് ഈ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് ലഭിക്കാനുള്ള അവസ്ഥയുണ്ടാകണം. വികലാംഗർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മടവൂർ സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് M. രാജൻ, ആലിക്കുട്ടി, റസിയ ഇബ്രാഹിം, യൂസഫ് പാലക്കടവ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ നൈനാമളപ്പ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് PP നൌഷീറാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐ നൈനാമളപ്പ് യൂണിറ്റിന്റെയും ഹെൽപ്പിംഗ് ഹാൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് PP നൌഷീർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് NV ഉമ്മർ അധ്യക്ഷത വഹിച്ചു. PT സക്കീർ, ബ്രസീലിയ ഷംസുദ്ദീൻ, SK അബൂബക്കർ, MK നൌഫൽ, NV മുഹമ്മദ് കോയ തുടങ്ങിയവർ സംബന്ധിച്ചു. കാരപ്പറമ്പ് കരിക്കാംകുളം ശ്രീ മണ്ണങ്ങാട്ട് വലിയ മുത്തപ്പൻ ദേവീക്ഷേത്രത്തിൽ തിറ മഹോത്സവം നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുത്തത്. കാരപ്പറമ്പ് കരിക്കാംകുളം ശ്രീ മണ്ണങ്ങാട്ട് വലിയമൂപ്പൻ ദേവി ക്ഷേത്രത്തിൽ തിറമഹോത്സവം നടന്നു. വൈകിട്ട് ശ്രീ കിരാതേശ്വര ഭഗവതി ക്ഷേത്ര പരിസരത്ത് നിന്ന് ആഘോഷവരവുണ്ടായിരുന്നു. തുടർന്ന് താലപ്പൊലിയും തായമ്പകയും നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. നെല്ലിക്കോട് കാട്ടുകുളങ്ങര സൂര്യ റെസിഡന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിനോടനുബന്ധിച്ച് ബോധവൽക്കരണ വീഡിയോ പ്രദർശനവും ഉണ്ടായിരുന്നു.
നെല്ലിക്കോട് കാട്ടുകുളങ്ങര സൂര്യ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഭാഗമായി സൗജന്യ ഹൃദയപരിശോധന, നേത്രപരിശോധന, രക്തഗ്രൂപ്പ് നിർണയം, ബോധവൽക്കരണ വീഡിയോ പ്രദർശനം എന്നിവയും നടന്നു. കാച്ചിലാട്ട് AUP സ്കൂളിൽ നടന്ന ക്യാമ്പിന് അസോസിയേഷൻ പ്രസിഡന്റ് TP വേണുഗോപാലൻ, സെക്രട്ടറി V ഷീല, ഡോക്ടർ മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടാലന്റ് ഇന്റർനാഷണൽ ഹ്യൂമൻ എക്സലൻസ് ട്രെയിനിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സാമൂതിരി PKS രാജ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ടാലന്റ് ഇന്റർനാഷണൽ ഹ്യൂമൻ എക്സലൻസ് ട്രെയിനിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഡോക്ടർ PA ഗാത്രാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയത്. പരിപാടിയുടെ ഉദ്ഘാടനം സാമൂതിരി PKS രാജ നിർവഹിച്ചു. 300ഓളം വിദ്യാർത്ഥികൾ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. ഓരോ വിഷയത്തെയും അതിന്റെ ഗൌരവത്തിൽ പഠിച്ചു മനസ്സിലാക്കി മുന്നോട്ട് നയിക്കുക എന്നതാണ് സൊസൈറ്റിയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ആശയങ്ങളുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാനാവാതെ നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. ഇവിടുത്തെ ട്രെയിനിങ് കൊണ്ട് അതിനുള്ള കഴിവ് നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാവട്ടെ. ഇത്തരം പരിപാടികൾ വളർന്നു വരുന്ന നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാർക്ക് അറിവ് നൽകാനും അതുവഴി നിങ്ങളെയൊക്കെ പ്രതിസന്ധികൾ നേരിടാനും പ്രാപ്തരാകുമെന്നാണ് എന്റെ വിശ്വാസം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. LDF കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ മുതലക്കുളത്ത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ആദ്യ ദിവസം തന്നെ കോൺഗ്രസ് പരാജയം സമ്മതിച്ചിരിക്കുകയാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ. 9 മാസക്കാലമായി വികലാംഗർക്ക് പെൻഷൻ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഒറ്റയാൾ പോരാട്ടം. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ കോഴിക്കോടൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം www.kcltv.com.